ഇത്തവണ പല മണ്ഡലങ്ങളിലും തിരിച്ചടിയുണ്ടായേക്കാം എന്ന് LDF തന്നെ വിലയിരുത്തുമ്പോൾ അത് കാസർഗോഡ് മണ്ഡലത്തിലും തിരിച്ചടി തന്നെയാണ് മുന്നിൽ കാണുന്നത്. LDF അവിടെ BJPക്ക് വിജയ സാധ്യതയെന്നാണ് CPMന്റെ വിലയിരുത്തൽ. LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരിന് 50,000 വോട്ട് ലഭിക്കുമെന്നാണ് LDF മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ കണക്ക്. BJP 1ാം സ്ഥാനത്തും LDF 2ാം സ്ഥാനത്തും എന്ന നിലയിലേക്ക് കാസർഗോട്ടെ മത്സരം മാറിയതായും CPM വിലയിരുത്തുന്നുണ്ട്. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ, ഇത്തവണ മണ്ഡലം പിടിക്കാൻ വേണ്ടി തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശക്തനായ എതിരാളി എന്ന നിലയിൽ ഷാനവാസ് പാദൂരിനെ കാസർഗോഡ് മണ്ഡലത്തിൽ LDF ഇറക്കിയത്. പക്ഷേ ജയസാധ്യതയില്ലെന്നാണോ ഇപ്പോഴത്തെ വിലയിരുത്തൽ? കാസർഗോഡ് മണ്ഡലത്തിലെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ LDF എന്നും 3ാം സ്ഥാനത്താണ് ഉണ്ടാവാറുള്ളത്. അതിൽ തന്നെ 30,000 വോട്ടിന്റെ താഴെ മാത്രമാണ് LDFന് വോട്ട് ലഭിക്കാറുള്ളത്. കഴിഞ്ഞ തവണ 28,000-ഓളം വോട്ടാണ് LDFന് ലഭിച്ചത്. ഇത് ഓരോ ഘട്ടത്തിലും 30,000-ന് മുകളിലേക്ക് ഒരു ഘട്ടത്തിൽ പോലും കാസർഗോഡ് മണ്ഡലത്തിൽ LDFന് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇത്തവണ LDFന്റെ പ്രവർത്തനം വളരെ സജീവമായിരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാനാവും എന്നൊരു ആത്മവിശ്വാസം അവർ തുടക്കത്തിൽ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ 50,000-ഓളം വോട്ട് ഇത്തവണ കാസർഗോഡ് മണ്ഡലത്തിൽ പിടിക്കാനായി എന്നതാണ് LDF മണ്ഡലം കമ്മിറ്റി നൽകിയ റിപ്പോർട്ട്. LDF മണ്ഡലം കമ്മിറ്റിയുടെ റിപ്പോർട്ടനുസരിച്ച് UDF കേന്ദ്രങ്ങളിൽ നിന്നാണ് കൂടുതൽ വോട്ടും ഷാനവാസ് പാദൂരിന് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ UDFന് എക്കാലത്തും BJPയും UDF നേർക്കുനേർ മത്സരിക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ്. ഈ UDF മേഖലകളിൽ നിന്ന് വ്യാപകമായി LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുന്നതോടുകൂടി UDF 3ാം സ്ഥാനത്തേക്ക് മാറും എന്നതാണ് LDFന്റെ ഒരു കണക്കുകൂട്ടൽ. അവിടെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ML അശ്വനിയാണ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ NDA സ്ഥാനാർത്ഥി ML അശ്വനിയുടെ ഒരു വിജയസാധ്യത CPM കണക്കുകൂട്ടുന്നുണ്ട്. UDF കഴിഞ്ഞ 45 വർഷമായി UDF മാത്രം വിജയിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ 3ാം സ്ഥാനത്ത് ഏറെ പിറകിലാണ് LDF ഉണ്ടായിരുന്നത്. INL ആണ് സാധാരണ LDFന് വേണ്ടി കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കുക. അതുകൊണ്ട് തന്നെ പ്രചാരണ രംഗത്തടക്കം INLന്റെ ഒരു നിർജീവത കാണാമായിരുന്നു. INL സ്ഥാനാർത്ഥിയെ ഏറ്റവും ഒടുവിലാണ് കണ്ടെത്താറുള്ളത്. 30,000-ലധികം വോട്ട് ഒരിക്കൽ പോലും INLന് അവിടെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് INL മത്സരിക്കുന്നതിന് പകരം ഇത്തവണ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന സ്വഭാവത്തിൽ ഷാനവാസ് പാദൂർ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് LDFലെത്തി അട്ടിമറി വിജയം നേടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ആളാണ്. ഇങ്ങനെ ഷാനവാസ് പാദൂരിനെ അവിടെ മത്സരിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്ന് നേരത്തെ തന്നെ CPM കണക്കുകൂട്ടിയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഉള്ള കണക്കനുസരിച്ച് 50,000 വോട്ട് പിടിക്കും. അങ്ങനെ 50,000 വോട്ട് പിടിക്കുകയാണെങ്കിൽ അവിടെ UDFന്റെ ഒരു പരാജയം ഉണ്ടാവും. ML അശ്വനി BJPയുടെ സ്ഥാനാർത്ഥി വിജയിക്കും എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ CPM എത്തിച്ചേർന്നിരിക്കുന്നത്.